അപ്പോൾ നല്ല അടിപൊളി തേങ്ങാച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. വളരെ സിമ്പിളുമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ജീരകവും പിന്നെ കുറച്ച് തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ സാധാ ചെറിയ പൊന്നി അരി ഉണ്ടല്ലോ, അതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം. നിങ്ങൾ സാധാ വീട്ടിൽ ചോറ് വയ്ക്കുന്ന അരിയാണെങ്കിൽ അതുകൊണ്ടും ചെയ്യാം. അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരി നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിലേക്ക് ഇടുക. ശേഷം ഒരു വലിയുള്ളി കൂടി മുറിച്ച് ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം ഒതുക്കി വെച്ച ആ തേങ്ങയും ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ അല്ലാതെ കുറച്ച് ഞാൻ ചിരക്കി അപ്പാടുള്ള തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്തി കൊടുക്കണം. അപ്പോൾ കടിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളവും ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഇത് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വിടുമ്പോൾ ചിക്കൻ കറിയോ എന്ത് കറിയാണോ ഉള്ളതെന്ന് വെച്ചാൽ അതും കൂട്ടി കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ശരിക്കും ഇതിൻ്റെ കളറ് ഈ ക്യാമറയിൽ ഇങ്ങനെയാണ് കാണുള്ളൂ. നല്ലൊരു കളർ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി.